ക്രിസ്തുവിൽ നീ ആര് എന്ന വെളിപ്പാട് നീ തിരിച്ചറിഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വിറയ്ക്കും. നീ പുറത്തു വരാൻ പറഞ്ഞാൽ അവൻ പുറത്തു വരും, ഉരുളാൻ പറഞ്ഞാൽ ഉരുളും, ഛർദ്ദിക്കാൻ പറഞ്ഞാൽ ഛർദ്ദിക്കും. Because you are the son of God. ഞാൻ പ്രസംഗിക്കുന്നവൻ, അഗ്നിജ്വാലപ്പെട്ട കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളത്തിന്റെ സദൃശ്യമായ കാലുകളുള്ളവൻ, പരിവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തിനായി വിധിക്കുന്നവൻ. അവനൊറ്റ മുഖമേ ഉള്ളൂ, അവനൊറ്റ രൂപമേ ഉള്ളൂ, അവനൊറ്റ ഷേപ്പേ ഉള്ളൂ. അവൻ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. അവൻ പടകിൽ നിന്നിറങ്ങി ഗനസരേത്ത് തടാകത്തിൽ കയറി പടകിൽ നിന്നിറങ്ങി ഗദരദേശത്ത് കാലുകുത്തുമ്പോൾ അശുദ്ധാത്മാക്കൾ അത് അറിയും. അവൻ വ്യക്തികളെ കയ്യിലെടുക്കുമ്പോൾ അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അയ്യോ, അതൊരു പാവപ്പെട്ട പെൺകൊച്ച്, അതൊരു പാവപ്പെട്ട സഹോദരൻ, അവനൊരു പാവപ്പെട്ട സഹോദരിയാ, അവനെ മറ്റവൻ ഉപയോഗിക്കുക. ഇന്ന് രാത്രിയിൽ ആ മേഖലകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് റോറ് ചെയ്യാമെങ്കിൽ, ഒന്ന് ഗർജിക്കാൻ തയ്യാറാകുമെങ്കിൽ, സിംഹം അലറുമ്പോൾ കാട് നെടുങ്ങും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മമണ്ഡലത്തിൽ ഗർജിക്കാൻ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന സ്ത്രീ, അവൾ കൃത്യമായി പറഞ്ഞില്ലേ, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, പുത്രന്മാർ. They are the servants, they are the sons of Most High God. They are preaching the salvation. രക്ഷാമാർഗം അറിയിക്കുന്നവർ. എന്നാൽ പൗലോസ് ഈ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാരും ആ ശബ്ദം കേട്ട് ഹല്ലേലൂയ പറഞ്ഞു, കൈയടിച്ചു. പക്ഷേ പൗലോസ് ഈ ശബ്ദം കേൾക്കുമ്പോൾ this is disturbing me. അവളെ സൂക്ഷിച്ചു നോക്കി. ആ ശബ്ദം അവന്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കി, വിട്ടുപോകാൻ കൽപ്പിച്ചു. ദൂതും പോയി, വെളിപ്പാടും പോയി. Thank you Jesus. Romans chapter 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച്, റോമർ 12:1, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് രാത്രി നിനക്ക് പറയാമോ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിര, എന്റെ കണ്ണ് ദൈവ മഹത്വം കാണാനുള്ളതാ, എന്റെ ചെവി ദൈവ ഇഷ്ടം കേൾക്കാനുള്ളതാ. എന്നെ ഉപയോഗിച്ചോണ്ട് നീ അങ്ങനെ സൂയിക്കേണ്ട പിശാചേ എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? അതാ യേശു പറഞ്ഞത്, ഒരു മനുഷ്യനെ പിശാച് വിട്ടുപോയാൽ അവനിങ്ങനെ എംറ്റി പ്ലേസ് അന്വേഷിച്ച് നടക്കുക. കാരണം അവൻ എവിടെയെങ്കിലും ഇരിക്കണം. 6000 ഭൂതങ്ങൾ. ഈ പുള്ളി കല്ലറയിലല്ലേ കിടക്കുന്നേ? കല്ലറയിലാണോ? എന്നാ പിന്നെ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ഏതെങ്കിലും ആളുകളുടെ അകത്തിരുന്നാ പോരെ? അവൻ ചത്ത ശവത്തിനകത്തോ അസ്ഥികൂടത്തിനകത്തോ ഒന്നും ഇരിക്കുന്നവൻ ഇഷ്ടമല്ല. അവൻ ഈ ചലിക്കുന്ന, മൂവ് ചെയ്യുന്നവനെ വേണം. എന്നാൽ ഇന്ന് രാത്രിയിൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ആത്മാവിലേക്ക് വരുമ്പോൾ ഇരുട്ടവിടെ ഡിസപ്പിയർ ആകുക. ദൈവാത്മാവ് ഒരിക്കലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യത്തില്ല. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ വഴിതെറ്റിക്കത്തില്ല. ദൈവാത്മാവ് ഒരിക്കലും നിന്നെ പേടിപ്പിക്കത്തില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ജീസസ് ടീച്ച് ദിസ്. യേശു പഠിപ്പിച്ചു ഈ 2 ലോകത്തെക്കുറിച്ച്. യേശു പഠിപ്പിച്ചു ഈ 2 രാജ്യത്തെക്കുറിച്ച്.
സാത്താന്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യം. The kingdom of God and the demonic world. യേശു പറയുന്നു, സാത്താൻ അവന്റെ രാജ്യത്തിൽ അവന്റെ സംവിധാനങ്ങൾ മുഴുവൻ ദൈവത്തിനും തന്റെ പ്രവൃത്തിക്കും അവന്റെ വചനത്തിനും എഗൻസ്റ്റ് ആണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 2 പത്രോസ് 1 അധ്യായം 4 വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Might be partakers of the divine nature. നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹം വിട്ട് ഒഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചർ ഉണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും കൂട്ടാളികളാകുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നതാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും ആരാധനകളിൽ പങ്കെടുക്കാതെയും ഒന്ന് ഓടി നോക്കിയേ, നിങ്ങളുടെ സ്വഭാവം തനിയെ മാറും. നിങ്ങളിൽ ആ പഴയ സ്വഭാവങ്ങൾ പലതും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി. 5-ാമത്തെ വാക്യം എന്നെ അതിശയിപ്പിക്കുന്നൊരു വാക്യമാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ വീര്യവും, വീര്യത്തോടുകൂടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോടുകൂടെ സ്ഥിരതയും, സ്ഥിരതയോടുകൂടെ ഭക്തിയും, ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടുകൂടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം. താങ്ക് യു ലോർഡ് ജീസസ്. എന്താ ദൈവത്തിന്റെ നേച്ചർ? നായയുടെ കുട്ടി നായ്ക്കുട്ടി, സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടി, പൂച്ചയുടെ കുട്ടി പറ പൂച്ചക്കുട്ടി. പൂച്ചയ്ക്ക് ജനിച്ചത് പൂച്ചയാ, നായ്ക്ക് ജനിച്ചത് നായ, സിംഹത്തിന് ജനിച്ചത് സിംഹമാ. ക്രിസ്തുവിൽ ജനിച്ചവൻ, അവന്റെ മാറ്റമില്ലാത്ത കെടാത്ത ബീജമായ വചനം ആത്മാവിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ചവൻ, അവന്റെ നേച്ചർ, അവന്റെ ഇമേജ്, അവന്റെ രൂപം, അവന്റെ ഭാവം, അവന്റെ ശബ്ദം, അവന്റെ നോട്ടം ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറമായത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിൽ ജ്യോതിസുകളാണ്. His nature is holiness. His nature is love. His nature is boldness. ദൈവത്തിന്റെ സ്വഭാവം ഇതൊക്കെ. നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങളും അവകാശികളാണ്. എനിക്ക് വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് സ്നേഹം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ എനിക്ക് ആ ധൈര്യം കാണണം. വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ നിങ്ങളിൽ ദൈവത്തിന്റെ മുഖമുദ്രയാണ്, ദൈവത്തിന്റെ ഇമേജ് ആണ് ഹോളിനെസ്. വീണ്ടും ജനിച്ചെന്ന് പറയുന്ന നിങ്ങളിൽ ആ വിശുദ്ധി കാണണം. ഇറ്റ്സ് ഡിവൈൻ നേച്ചർ. കാരണം നമ്മളിപ്പോൾ ദൈവഭവനക്കാരാണ്.